എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരിപ്പൂത്തു വിടർന്നു, നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോന് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റുകൾ കണ്ടിട്ട് എനിക്ക് സന്തോഷം കൊണ്ടും അത്രയ്ക്കധികം ഇഷ്ടം, നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടും എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ നല്ല സ്നേഹത്തോടെ കമൻ്റ് ഇടുന്നതും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഞാൻ അധികം എന്താ പറയുക, ഇതുപോലെ ഗ്യാപ്പൊന്നും എടുക്കില്ല. ഞാൻ മിക്കവാറും 1-2 ദിവസമെങ്കിലും ഞാൻ വീഡിയോ ഇടാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ രാവിലത്തെ പരിപാടികളാണ്. അപ്പോൾ ഇന്ന് ഈസ്റ്റർ സൺഡേ ആയിട്ടുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ സൺഡേയിൽ ചിക്കനൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇത് ഈസ്റ്റർ സ്പെഷ്യൽ ആയതുകൊണ്ട് ഭരതട്ടൻ പോർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മണ്ണുത്തിയിൽ അവിടെ വെറ്റിനറി ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ഇങ്ങനെ നമുക്ക് പോർക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അവിടെ വളർത്തണമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഫ്രോസൺ ആണ് അത്. അപ്പം ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രീസായ ഒരു സാധനം നമുക്ക് പെട്ടെന്ന് തന്നെ ഡീഫ്രോസ്റ്റായി കിട്ടാൻ വേണ്ടി നമ്മൾ ഇളം ചൂടുവെള്ളം ഇടും. അതുപോലെ അതിൽ ഉപ്പിട്ട് വയ്ക്കുക, പെട്ടെന്ന് ഡീഫ്രോസ്റ്റായി കിട്ടും. അപ്പം നമുക്ക് പണികളൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കാണിക്കാൻ വിട്ടുപോയി. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായി പുരട്ടി വെച്ച് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അതിൽ നിന്ന് ഊർന്ന് വന്ന വെള്ളം കൂടി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഉള്ള സാധനം അതവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവോള, അതുപോലെ തന്നെ കൂടുതലും ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3-4 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഒരു വലിയ തക്കാളി, അതുപോലെ തന്നെ 2-3 തണ്ട് കറിവേപ്പില. പിന്നെ നടുവിലെ ആ ബോക്സിലുള്ളതും നടുവിലെ പാത്രത്തിലുള്ളതും ഇഞ്ചിയും വെളുത്തുള്ളി തന്നെയാണ്. അത് പേസ്റ്റ് ആക്കാനാണ്. അത് ധാരാളം ഇഞ്ചിയുണ്ട് അതിൽ. അതുപോലെ തന്നെ 1 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം 1 വലിയ ടീസ്പൂൺ, അതുപോലെ തന്നെ 1 വലിയ ടീസ്പൂൺ കുരുമുളക്, 2 ഏലക്കായ, 4 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം പട്ട. ഇത്രയും ഐറ്റംസാണ് അതിലുള്ളത് കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഒരു വിസിൽ വരണോടുകൂടി അതിൻ്റെ അത് തട്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ് നമ്മൾ സ്ലോ കുക്കിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാ വിസിലും പോയി കഴിഞ്ഞ് പതുക്കെ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന്ന് അതിൻ്റെ നെയ്യാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ തെക്കി മാറ്റി വയ്ക്കും കേട്ടോ. കയ്യിലോണ്ട് ഇങ്ങനെ മാറ്റി കിട്ടിയാൽ അതങ്ങനെ മാറ്റി വയ്ക്കും. അതിന് ഈ സവോളയും ഉള്ളിയും വഴറ്റാൻ ആവശ്യമായത് മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് വഴറ്റാനിട്ടേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒന്നിങ്ങനെ പരത്തിയിട്ടിടാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അങ്ങനെ അടി പിടിക്കുന്നില്ല. എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു വേണ്ട. അങ്ങനെ ആകുമ്പോൾ ഒത്തിരി പെട്ടെന്ന് ആയി കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഇത്യാദി സാധനങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കണ്ടോ, അത് കമഴ്ത്തി ഇപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കാണുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മളിത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി കറിവേപ്പില ഇട്ടു. അപ്പോൾ ഈ സമയത്ത് കറിവേപ്പില ഇടുമ്പോൾ അതിൻ്റെ നല്ല മണം ഉണ്ടാവും. നമ്മൾ ഏറ്റവും തുടക്കത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതാകെ ആടിക്കരിഞ്ഞ് വിരിഞ്ഞ് അതിൻ്റെ പരിപ്പിളകും. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളകും ഞാൻ അതൊന്ന് വാടണ വരെയാണ് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാനത് സ്പൂൺ കൊണ്ട് തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിൽ അത് ആഡ് ചെയ്യുള്ളൂ. കാരണം ഇങ്ങനെ പച്ചമുളക് അതിൽ കിടന്ന് വല്ലാണ്ട് ഇങ്ങനെ ഉടഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഉള്ളിയൊക്കെ നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഞാൻ കടിക്കാൻ വേണ്ടി ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലും നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കാൻ തന്നെ ഉപയോഗിച്ചിരിക്കണേ. അപ്പോൾ ആ അരച്ചതിൻ്റെ അപ്പോൾ അതിൽ കുരുമുളകുണ്ട്, പെരിഞ്ചീരകമുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും 3-4 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും സാധനങ്ങൾ കൂടിയിട്ടാണ് നമ്മൾ അരച്ചത്. അപ്പോൾ ആ കുരുമുളകിൻ്റെയൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഗ്രേവിക്ക് ഒരു ഡാർക്ക് കളർ വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ വലിയ തക്കാളി ഇട്ടിട്ടായിരുന്നില്ലേ, ആ തക്കാളിയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുക്കറിലുള്ള വേവിച്ച് അപ്പോൾ ഞാൻ അത്യാവശ്യം ചെറിയ പീസസ് ആയിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. വെന്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി അതിൻ്റെ വലിപ്പം ചെറുതായി.
അപ്പോൾ ഞാൻ സാധാരണ കുറച്ച് വേവിച്ചതിന് ശേഷം ഇങ്ങനെ വഴറ്റിയിട്ട് വിറകടുപ്പിൽ വെച്ച് പതുക്കെ സ്ലോ കുക്ക് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുക്കറിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുപ്പിൽ അങ്ങനെ കുറച്ചധികം നേരം ഇടാനുള്ള സമയമില്ല. ജസ്റ്റ് ഇതിലേക്ക് വഴറ്റി ഇടാനുള്ള അത്രയും നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് നന്നായി കുരുമുളകും അതുപോലെ കുറച്ച് കടുകും കൂടി നന്നായി പൊടിച്ച് അതിൽ ഇട്ട് കൊടുത്തു. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ കടുക് ചേർക്കണത് നമുക്ക് ഈ പോർക്ക് പോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് വയറിന് പ്രശ്നം വരും. അപ്പോൾ അതങ്ങനെ കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടുക് അരച്ച് ചേർക്കണത് കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ അത് മിക്സ് ആവാൻ വെച്ചിട്ടാണ്. ആ സമയത്ത് ഞാൻ വീണ്ടും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലച്ചുവിന് ഇത് കണ്ടപ്പോൾ അവന് ചപ്പാത്തി വേണം. അപ്പോൾ മാളു പെട്ടെന്ന് കുറച്ച് പൊടിയെടുത്ത് 1 കപ്പ് പൊടിയെടുത്തപ്പോൾ ഒരു 8-10 ചപ്പാത്തി കിട്ടും. കുഞ്ഞു ചപ്പാത്തികൾ അവൾ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതൊരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും ചെയ്യും. പിന്നെ നമുക്ക് നന്നായി കുമിളിച്ച് വരാനൊക്കെ നല്ലതാണ്. ഇപ്പോൾ എണ്ണയില്ലാത്ത ഫുൽക്ക ചപ്പാത്തി പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പലരും പറയും ദോശ ഉണ്ടാക്കണം കല്ലിൽ നമ്മൾ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ ആകെ ഒട്ടിപ്പിടിക്കുന്നു. അതിനിത് ദോശ ഉണ്ടാക്കണ കല്ലാണെന്ന് ഞാൻ പറഞ്ഞു. സോറി ഞാൻ കാര്യം പറയാം. അതായത് എനിക്ക് 2 ദോശക്കല്ലുണ്ട്. ഒന്ന് ദോശ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കാനും. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനുകളൊക്കെ ഉപേക്ഷിച്ചു. ഈ ദോശ ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കണം അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കാസ്റ്റ് അയൺ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ അത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഞാൻ 2 എണ്ണം എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ അങ്ങനെ എണ്ണ പുരട്ടില്ല, അങ്ങനെ ഫുൽക്ക പോലത്തെ ടൈപ്പ് ചപ്പാത്തി ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കല്ലിൽ നമ്മളിനി ദോശ പരത്തിയാൽ ഒരിക്കലും നമുക്ക് മറിച്ചിടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരെണ്ണം ദോശ ഉണ്ടാക്കാൻ, ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റേ കല്ലും ഉപയോഗിക്കണം. അത് പറഞ്ഞപ്പോൾ ഈ തുരുമ്പ് പിടിച്ചിട്ടുള്ള നല്ല തുരുമ്പായിട്ടുള്ള ദോശക്കല്ലുണ്ടല്ലോ, ആ ദോശക്കല്ല് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ തുരുമ്പൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യാനൊരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. അത് പക്ഷേ കുറച്ച് ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് പക്ഷേ നല്ല ഈസി മെത്തേഡാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്, നല്ല സക്സസ് ആയി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ലച്ചും ആളും കൂടി അത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന് എന്താ പറയുക, ഈ ബീഫിനും പോർക്കിനും ഒക്കെ നമുക്ക് മോര് കാച്ചിയത് അല്ലെങ്കിൽ മോര് കറിയൊക്കെ ഭയങ്കര അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ രാവിലെ കോളിഫ്ലവർ വെച്ചിട്ടൊരു തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ മോര് കാച്ചത്, ഒരു പപ്പടം കൂടിയാണ് ആവശ്യം. പക്ഷേ പപ്പടം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പപ്പടത്തിന് നിർവാഹമില്ല. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിച്ചു, ചുവന്നമുളക്, കറിവേപ്പില സംഭവങ്ങളൊക്കെ ഇട്ട് തീയൊരു മീഡിയം തീ മതി കേട്ടോ. കാരണം നമ്മുടെ ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് ചൂടാക്കണ്ടെന്ന് വെച്ചിട്ടാണ്, കരിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് അത്യാവശ്യം ചെറിയ തീയിൽ നമ്മൾ മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞാൽ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് പൊടി ചേർക്കണം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആ 2 പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഉലുവാപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ചേർക്കും. അത് ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഉലുവാപ്പൊടി ഇട്ടിട്ട് പിന്നെ അധികം നമ്മൾ തിളപ്പിക്കില്ല. ഓഫ് ചെയ്തതിന് ശേഷമാണ് അതൊക്കെ ചേർക്കുക. അപ്പോൾ ഇന്നാളൊരു പുതിയ കുട്ടി എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിന് തീ ഓഫാക്കിയിട്ട് വേണോ ചെയ്യാൻ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണവർക്ക് ധൈര്യം ഇല്ല എന്നുണ്ടെങ്കിൽ തീ ഓഫാക്കിയിട്ട് പൊടി ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. പൊടി കരിഞ്ഞു പോയി അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം കൈയോടെ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ പിരിഞ്ഞ പോലെയാവും. അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും. അപ്പോൾ ഞാൻ ഈ സമയത്ത് തന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് നിൽക്കുമല്ലോ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്താലും അത്യാവശ്യം ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടൊന്ന് ബാലൻസ് ആവണ വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിലും പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇട്ടു, ജസ്റ്റ് കണ്ടില്ല. അതിൻ്റെ മുകളിലാണ് നമ്മൾ കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണുണ്ടോ. അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫാക്കിയതിന് ശേഷമാണ് ഈ ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നല്ല ഒരു മണവും ടേസ്റ്റും. അപ്പോൾ നമ്മൾ കടുക് മൂപ്പിക്കണതിൻ്റെ ഒപ്പം മൂപ്പിക്കാം, പക്ഷേ ഇങ്ങനെ ഇടുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതാ നല്ല ചൂടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് അടച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്
ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അടിപൊളി കോമ്പിനേഷനാണ്. പക്ഷേ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പം നമ്മുടെ ചോറ് വന്നു, അതിൻ്റെ മുകളിലേക്ക് മോര് കാച്ചിയത് വന്നു, അതാ നമ്മുടെ തോരൻ വന്നു. തോരൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കോളിഫ്ലവർ വെച്ചിട്ടുള്ള തോരനാണ്. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, റെസിപ്പി വേണമെങ്കിൽ ഞാൻ കാണിക്കാം. സിമ്പിളായിട്ടുള്ള സംഭവമാണ്, പക്ഷേ ടേസ്റ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ പോർക്ക് റോസ്റ്റ് വന്നു. അപ്പം അതും കുറച്ച് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മാങ്ങ അച്ചാർ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാങ്ങ ചെത്തിയിട്ടുള്ള അച്ചാറും അതുപോലെ തന്നെ കൊത്തുമാങ്ങയായിട്ടുള്ള അച്ചാറൊക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാളു ചപ്പാത്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണമൊക്കെ മാറി. ഞാൻ ഓൾറെഡി അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നൈസായിട്ട് ഇങ്ങനെ പൊടിയുണ്ട്. അപ്പം അവൾ ഓരോ ദിവസം ഓരോ റൂം ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്ത് തരും എനിക്ക്. ഇപ്പോൾ അവളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ റൂമൊക്കെ എനിക്ക് ഡീപ്പ് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ റോഡ് പണിയൊക്കെ കഴിഞ്ഞ കാരണം ഞങ്ങൾക്ക് ഭയങ്കര പൊടിയാണ് വീട്ടിലേക്ക്. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും അത്യാവശ്യം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാണ്. പിന്നെ ഇത് ഇങ്ങനെ മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് പോർട്ടബിളൊന്നുമല്ല, നമ്മൾ ഓൾറെഡി ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊന്നും വലിയ കുഴപ്പമില്ല ഉപയോഗിക്കാൻ. അപ്പോൾ അവളതൊക്കെ പൊടി ക്ലീൻ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് ഒരു സമാധാനമാണല്ലോ. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഞാൻ വന്ന് തുടയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ മാളു ഭക്ഷണം കഴിക്കലും ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് അവളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഇനി അവൾ വിശ്രമിക്കാനായിട്ട് പോയിട്ടുണ്ട്. ലച്ചു ആയാലും ചപ്പാത്തിയൊക്കെ തിന്ന് നല്ല ഹാപ്പിയായി. അവനും അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നാളെ ഒരു ബ്രഷ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ബ്രഷ് വെച്ചിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്യണത് ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ? ഓക്കെ. അതിന് കോറിൽ വീഴുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ പെട്ടെന്ന് പറയാൻ പറ്റിയില്ല. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ലിക്വിഡ് സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോഷൻ വെച്ചിട്ടാവുമല്ലോ നമ്മൾ തുടയ്ക്കുക. വെറുതെ ടൈലിട്ട് ബ്രഷ് ഉരക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു മീഡിയം ഇടയിൽ കൊടുക്കണ കാരണം അങ്ങനെ കോറിലൊന്നും വീഴില്ല, നല്ല ക്ലീനായിട്ട് കിട്ടും ചെയ്യും. പിന്നെ നമ്മുടെ ഒരു കവറുണ്ട് അൺബോക്സ് ചെയ്യാൻ. ഇന്നലെ വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ പിടിച്ചുകൊണ്ട് അൺബോക്സ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ തുറക്കണേ. നമ്മുടെ ആമസോണിൽ നിന്ന് വന്നതാണ്. ഇത് ആമസോൺ വഴി വന്നതാണെന്ന് വെച്ചാൽ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനമല്ല കേട്ടോ. അതായത് നമ്മുടെ മൊബൈലിൽ എടുത്ത ഫോട്ടോസ് ഉണ്ടല്ലോ, അത് പ്രിൻ്റ് ചെയ്ത് തരണം. നമ്മുടെ ചെറിയ ടൈപ്പ് പോളറോയിഡ് എന്നല്ലേ അതിന് പറയാം. അങ്ങനെയായിട്ട് പ്രിൻ്റ് ചെയ്ത് തരണത്. ഇത് നമ്മുടെ മാളുവാണ് കേട്ടോ. അവളേ വെക്കേഷന് ഡ്രൈവിങ് പഠിച്ചു, 2 വീലറും 4 വീലറും പഠിച്ചു. അപ്പോൾ 1 മണിക്കൂർ നേരമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ സ്റ്റിച്ചിങ്ങും പഠിച്ചു. അപ്പോൾ ഡ്രൈവിങ് പഠിച്ചതിനൊപ്പം തന്നെ അതും കഴിഞ്ഞ് കിട്ടി. അപ്പോൾ ആ സമയത്ത് ബ്ലൗസ് തയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ആദ്യമായിട്ട് സ്വന്തമായിട്ട് തയ്ച്ച ബ്ലൗസാണ്. അപ്പോൾ അതിന് സിറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് വാതിലുമ്പോൾ പിടിച്ച് പാട്ട് പാടാണ്. വരുമാനില്ല അരുമി എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ നല്ല അടിപൊളി ഫോട്ടോസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഞങ്ങളുടെ 4 പേരുടെയും ഫോട്ടോകൾ തന്നെയാണ്. പിന്നെ ചെറുപ്പത്തിൽ പിന്നെ മാളും മോനും കൂടി ഇരിക്കണ ഒരുപാട് പല അവരുടെ പ്രായത്തിലുള്ള ഫോട്ടോകളുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ഫോട്ടോ ആയിട്ട് ഉള്ളതെന്ന് തോന്നുന്നു. വീട്ടിൽ 1-2 ഫോട്ടോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ചും കൂടിയും ഇതൊന്നും അത്ര ചില ഫോട്ടോ ഒന്നും അത്ര ക്ലാരിറ്റി ഇല്ല കേട്ടോ. എന്നാലും ഒരുവിധം എല്ലാം കുഴപ്പമില്ല. ഇത് റൂമിൽ ഭയങ്കര ഇരുട്ടായിട്ടുള്ളതുകൊണ്ട് ഇത്തിരി വെളിച്ചമൊക്കെ കിട്ടിയിട്ടുള്ള ഫോട്ടോസൊക്കെ നല്ല ഭംഗിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരുടെ പല പ്രായത്തിൽ ചെറുപ്രായത്തിലേക്ക് ഫോട്ടോസൊക്കെ കാണാൻ എപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കുമല്ലോ അല്ലേ? ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാളുണ്ടാക്കിയ കേക്ക് പിടിച്ച് നിൽക്കുന്നതാണ്. അതുപോലെ ഇത് ഞാനും ഭരതേട്ടനും. ഈ ഫോട്ടോ കണ്ടില്ലേ? വളരെ ചെറുപ്പത്തിലുള്ളതാണ് മാളു ലച്ചും. ഇത് കഴിഞ്ഞ പ്രാവശ്യം മാളുവിൻ്റെ ബർത്ത്ഡേക്ക് എടുത്തതാണ്. ഇത് ഞങ്ങൾ വിഷുവിന് ഓണത്തിന് തോന്നുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ കുട്ടി അയച്ചു തന്നു. എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. ഒരു കോപ്പിക്ക് 10 രൂപയാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരാണ്. അടുത്ത വീഡിയോയുമായിട്ട് ഓടി വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹം. ബായ്.